ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരും ഇല്ലെന്ന് എന്നാ അവിടെ ആരും ഇല്ലെന്ന് ചോദിക്ക. അവിടെ ആരും ഇല്ലേ? ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ, അത് മതി. താടിയ അന്തപുരത്തിൽ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അനന്തൻ. ഞാൻ അനന്തനോ? അനന്ത പത്മനാഭൻ. അമ്മച്ചിയല്ല. കുപിതനാണല്ലേ? അല്ല, യു രഘുത്തമൻ. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്. അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ ചോരകണ്ണ. മര്യാദ കെട്ടവരെ. ആശാനെ, കടൽപ്പാമ്പിനെയും കരപ്പാമ്പിനെയും കണ്ട എങ്ങനെ തിരിച്ചറിയാം? പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക. ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. പോഴൻ. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. എന്തോ ആരോ വിളിച്ചു തോന്നി. അയ്യോ ആശാനെ, മുള്ള്. ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല, കാലി മുള്ള്. കാലിലെങ്ങാനും മുള്ളിയാ കൊന്നു കളയും. ഉളിയന്നൂർ ആശാരി വന്നിരിക്കണൂന്ന്. വെറും ആശാരിയല്ല, മൂത്താശാരി. അത്ര മൂത്തിട്ടൊന്നുമില്ല. ഉളിയന്നൂർ തച്ചൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ? ഇല്ല, ഉളി വിറയ്ക്കും. മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാനറിയാം. 3 തെറ്റു പറ്റിയാൽ 100 ആവർത്തി ഇമ്പോസിഷൻ എഴുതിക്കോളാവേ. ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മുതലായിട്ടല്ല, കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇരിക്ക. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല.